യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രയംസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ട്രയൽസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ദുരിതങ്ങൾ. ട്രയംസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വിജയങ്ങൾ, നേട്ടങ്ങൾ, ആഘോഷങ്ങൾ. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ഈ വരികളിൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഹൃദയം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കാണാൻ കഴിയൂ. പിന്നെ പറയുന്നു വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അതായത് ശരിയായ രീതിയിൽ നമുക്ക് എന്താണോ കാണേണ്ടത് അത് നമ്മൾ പുറം കണ്ണുകൊണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ ദ ലിറ്റിൽ പ്രിൻസ് എന്ന ബുക്കിൽ നിന്നുള്ള വരികളാണിത്. യൂണിറ്റ് 1 ആദ്യത്തെ ഭാഗമായ ഷോർട്ട് സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് അനോണിമസ് വിങ്സ്. ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. രണ്ടാമത്തെ ഭാഗം സർവൈവർ ടെസ്റ്റിമണി ഇൻ ദ ആറ്റിക് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇൻ ദ ആറ്റിക് എന്ന രണ്ടാമത്തെ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വായിക്കാം. എവറി ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. ഓരോ മനുഷ്യനും സ്വതന്ത്രമായി ജീവിക്കാനും അന്തസ്സോടെ ജീവിക്കാനും അർഹതയുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്, ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദീസ് ബേസിക് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച ലിവ് വിത്ത് ഡിഗ്നിറ്റി, ലിവ് ഫ്രീ, അതായത് സ്വതന്ത്രമായി ജീവിക്കാനും അന്തസ്സോടെ ജീവിക്കാനും, ഈ രണ്ട് കാര്യങ്ങൾ ഒരു സാർവത്രികമായ മനുഷ്യാവകാശമാണ്, അതായത് യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതൊരു ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ, എ പിയാനിസ്റ്റ് ആൻഡ് കമ്പോസർ, വാസ് എ പോളിഷ് ജ്യൂ. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു യഹൂദനായിരുന്നു, പോളണ്ടിലേക്ക് കുടിയേറി പാർത്ത വ്യക്തി. അദ്ദേഹം വളരെ പ്രശസ്തനായൊരു പിയാനോ വായിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൂടാതെ ഒരു സംഗീത സംവിധായകൻ കൂടിയായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെറ്റോ, എ ഡിസ്മൽ പ്ലേസ് മെന്റ് ഫോർ ജ്യൂസ് അലോൺ ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാർക്ക് മാത്രം ഒരുക്കിയ ഒരു ദുരിത സ്ഥലമായിരുന്നു ഈ ഗെറ്റോ എന്ന് പറഞ്ഞത്. അവിടെ ഇദ്ദേഹം നിർബന്ധിതനായിട്ട് പോയി താമസിക്കേണ്ടി വന്നു. Most of the Jews were then sent to concentration camps where they were tortured and then to gas chambers where they were killed en masse. മിക്ക ജൂതന്മാരെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചിട്ട്. Let's read the story of Spillman's desperate struggle to stay alive during the war. യുദ്ധകാലത്ത് സ്പിൽമാൻ ജീവൻ നിലനിർത്താൻ നടത്തിയ തീവ്രമായ പോരാട്ടത്തിൻ്റെ കഥ ഒന്ന് നമുക്ക് വായിക്കാം. ഇൻ ദ ആറ്റിക്. ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻ പുറത്ത് എന്നർത്ഥം. ഓക്കെ. ഐ സ്ലംപ്ഡ് ഓൺ ദ ചെയർ ബൈ ദ ലാർഡർ ഡോർ. സ്ലംപ്ഡ് എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുക, ലാർഡർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റോർ റൂം. അപ്പോൾ ഒരു ചെറിയ സ്റ്റോർ റൂമിൻ്റെ വാതിലിൻ്റെ അടുത്ത് ഒരു കസാലയിൽ ഞാൻ തളർന്നിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി, ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ എം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ഇവിടുന്ന് നീങ്ങില്ല എന്ന് ഇദ്ദേഹം കുറച്ച് സമയം അവിടെ ആ ചെയറിൽ ഇരുന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു വിറയലോടെ, അതാണ് സ്റ്റാമേർഡ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ പറഞ്ഞു. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. നിങ്ങളെ ഒന്നും ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. അതിനുശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനോ വാദകനാണ് എന്ന് തിരിച്ചു മറുപടി പറഞ്ഞു. He looked at me more closely. അദ്ദേഹം വീണ്ടും എന്നെ സൂക്ഷിച്ചു നോക്കി. Then his glance fell on the door to the other room. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നോട്ടം അടുത്ത മുറിയിലേക്കുള്ള വാതിലിൽ പതിഞ്ഞു. An idea seemed to have struck him. അതിനുശേഷം അദ്ദേഹത്തിന് എന്തോ ഒരു ആശയം തോന്നി. Come with me, will you? നിങ്ങൾ എൻ്റെ കൂടെ വരൂ, വരില്ലേ? We went into the next room where a piano stood by the wall. ഞങ്ങൾ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ ഒരു പിയാനോ ചുമരിനോട് ചേർത്തിട്ടിരുന്നു. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. എന്നിട്ട് പറഞ്ഞു പ്ലേ സംതിങ്. ആ ഓഫീസർ ആ ഇൻസ്ട്രുമെൻ്റ്, അതായത് ആ സംഗീത ഉപകരണം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു
എന്തെങ്കിലും ഇതിൽ വായിക്കൂ. ഐ ലുക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. അപ്പോൾ ഈ ഓഫീസർ ഈ ഇൻസ്ട്രുമെൻ്റ് പോയിട്ട് വായിക്കാൻ, ഈ പിയാനോ പോയിട്ട് വായിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനൊരു വളരെ സംശയത്തിൻ്റെ പേരിലും ഒരു ഭയത്തോടു കൂടെ ഇങ്ങനെ നോക്കി നിന്നു. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയർ. അപ്പോൾ ആ നോട്ടമൊക്കെ കണ്ടപ്പോൾ ഈ ഓഫീസർക്ക് എനിക്ക് ഭയമുണ്ടെന്ന് മനസ്സിലായി. സിൻസ് ഹി ആഡഡ് റീഅഷ്വറിംഗ്ലി ഇറ്റ്സ് ഓൾ റൈറ്റ് യു ക്യാൻ പ്ലേ. അപ്പം അദ്ദേഹം എന്ത് ചെയ്ത് വീണ്ടും ആ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ പോയിട്ട് ആ ഉപകരണത്തിൽ എന്തെങ്കിലും ഒന്ന് വായിക്കൂ. ഇഫ് എനിവൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ നിനക്ക് ആ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒളിക്കാം, ഞാൻ അവരോട് പറഞ്ഞോളാം ഞാനാണ് ഈ ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിക്കാൻ ശ്രമിച്ചത് എന്ന്. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷുക്ക്. അങ്ങനെ ഞാൻ എൻ്റെ വിരലുകൾ കീബോർഡിൽ വെച്ചു വായിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വിരലൊക്കെ അങ്ങോട്ട് വിറച്ചു. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. ഏകദേശം 2.5 വർഷത്തോളമായി ഞാൻ ഒരു പരിശീലനമില്ല, കീബോർഡ് വായിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ലെയർ ഓഫ് ഡേർട്ട്. എൻ്റെ വിരലൊക്കെ വളരെ സ്റ്റിഫ്, അതിനെ ഉറച്ചിരുന്നു, അതായത് ഒരു വഴക്കമില്ല. എപ്പോഴും കീബോർഡ് വായിച്ച് വായിച്ച് വിരലിനൊരു വഴക്കം വരാണ്ട്, ആ വഴക്കമൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല കൈയൊക്കെ നിറയെ ചെളി പുരണ്ടിരുന്നു. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ നഖവും മുറിച്ചിട്ടില്ലായിരുന്നു. ഐ പ്ലേഡ് ചോപ്പിൻസ് നോക്ട്യൂൺ ഇൻ സി ഷാർപ്പ് മൈനർ. സി ഷാർപ്പ് മൈനർ എന്ന് പറഞ്ഞാൽ ഈ കീബോർഡും ഗിറ്റാറൊക്കെ വായിക്കുന്ന നോട്ട്സാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്തത്, ചോപ്പിൻസ് പറഞ്ഞൊരു സംഗീത സംവിധായകൻ്റെ നോട്ട്സ് വായിച്ചു. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഈറി. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിശബ്ദതയുണ്ടായി. അത് വല്ലാതെ മൂകത നിറഞ്ഞതും ഭയം ഉണ്ടാക്കുന്നതുമായി തോന്നി. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അങ്ങനെ പെട്ടെന്ന് ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് താഴത്ത് ഒരു വെടിശബ്ദം കേട്ടു. എ ഹാഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. അതുകൂടാതെ വളരെ പരുഷമായ ഉച്ചത്തിലുള്ള ജർമ്മൻ ശബ്ദവും കേട്ടു. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. ആ ഉദ്യോഗസ്ഥൻ വളരെ നിശബ്ദതയോടുകൂടെ എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹീ സൈഡ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നെടുവീർപ്പിട്ടു. ആൻഡ് മട്ടേഡ്. എന്നിട്ട് പതിയ സ്വരത്തിൽ പറഞ്ഞു, ഓൾ ദ സെയിം യു ഷുഡിൻ സ്റ്റേ ഹിയർ. എന്തെന്നെയായാലും നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. ഈ നഗരത്തിന് പുറത്ത് ഒരു ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. യു വിൽ ബി സേഫ് ദെയർ. നിങ്ങൾ അവിടെ സുരക്ഷിതനായിരിക്കും. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്, ഐ സെറ്റ് ഫേംലി. വളരെ ഉറച്ച തീരുമാനത്തോടു കൂടെ തല കുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം വിട്ടുപോകാൻ കഴിയില്ല. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂയിൻസ്. റൂയിൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഞാൻ ഒളിച്ചിരിക്കുന്നതും ഇവിടുന്ന് എനിക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്ന് എനിക്ക് തോന്നി. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. അപ്പോൾ ആ ഓഫീസർ ചോദിച്ചു, നിങ്ങളൊരു ജൂതനാണോ? അതെ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. യെസ്, വെൽ, ഹി മർമേർഡ്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺ ലീവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വേർ ആർ യു ഹൈഡിങ്? നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഇൻ ദ ആറ്റിക്. തട്ടിൻ പുറത്താണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം. He inspected the attic and discovered something I had not yet noticed. അങ്ങനെ ആ ഓഫീസർ ആ തട്ടിൻപുറമൊക്കെ വന്ന് പരിശോധിച്ചു. ആ സമയത്താണ് ഞാൻ പോലും കാണാത്തൊരു കാര്യം ഈ ഓഫീസർ കണ്ടത്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബവ് ദ എൻട്രൻസ് ഓഫ് ദ ആറ്റിക്. അപ്പോൾ എന്താണ് ഈ ഓഫീസർ കണ്ടത്? ആ തട്ടിൻപുറത്തേക്ക് കടക്കുന്ന കവാടത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് പലകകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു ലോഫ്റ്റ്, ഒരു തട്ട്. അതാണ് ഈ ഓഫീസർ കണ്ടത്. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. അങ്ങനെ ഈ ഓഫീസർ എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ തട്ടും പുറത്താണ് ഒളിച്ചിരിക്കേണ്ടത്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. അങ്ങനെ പിന്നീട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഭക്ഷണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? നോ, ഐ സെഡ്. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹേസ്റ്റ്ലി, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. ഞാനില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അതാണ് ഹേസ്റ്റ്ലി. പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവരാം. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ? ഇപ്പോഴാണ് എനിക്ക് ഈ ഓഫീസറോട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യം വന്നത്. അതായത് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ധൈര്യം വരിക.
എന്താണ് ഇദ്ദേഹം ചോദിച്ചത്? ആർ യു ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻകാരനാണോ? He almost shouted his answer in agitation as if my question had been an insult. എൻ്റെ ചോദ്യം അദ്ദേഹത്തെ അപമാനിച്ചോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അദ്ദേഹം അത്ര ഒച്ചത്തിലും ദേഷ്യത്തോടു കൂടിയാണ് ഉത്തരം പറഞ്ഞത്. Yes, I am and ashamed of it. Everything that's happening. അതെ, ഞാനൊരു ജർമ്മൻകാരനാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. Abruptly he shook hands with me and left. വളരെ പെട്ടെന്ന്, അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് കുലുക്കി, അതായത് എനിക്കൊരു ഷേക്ക് ഹാൻഡ് തന്നിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. 3 days passed before he reappeared. ആ ഓഫീസർ 3 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക്. ഒരു വൈകുന്നേരം സമയമായിരുന്നു, അത് നല്ല ഇരുട്ടായിരുന്നു തട്ടുന്ന മുമ്പ്. വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. അപ്പോൾ ഞാനൊരു ചെറിയ ശബ്ദം, അതായത് വളരെ പതിഞ്ഞ ശബ്ദം ഞാൻ എൻ്റെ ലോഫ്റ്റിൻ്റെ അടിയിൽ നിന്ന് കേട്ടു. ഹലോ, ആർ യു ദേർ? അതിങ്ങനെയായിരുന്നു. ഒരാൾ ചോദിക്കുകയാണ് എന്നോട്, ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ അതിന് എന്ത് ഉത്തരം പറഞ്ഞറിയോ? യെസ്, ഐ ആം ഹിയർ. അതെ, ഞാൻ ഇവിടെ ഉണ്ട്. സൂൺ ആഫ്റ്റർവേർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് നേരത്തിന് ശേഷം പെട്ടെന്ന് എന്തോ ഒരു ഖനമുള്ളൊരു സാധനം എൻ്റെ അടുത്ത് വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോഫ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. ആ പേപ്പറിലൂടെ എനിക്ക് അനുഭവിക്കാൻ പറ്റി, തൊട്ട് മനസ്സിലാക്കാൻ പറ്റി, അത് കുറച്ച് കഷ്ണം ബ്രെഡുകളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എന്തോ മൃദുവായ ഒരു സാധനം ഉണ്ടായിരുന്നു. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഗ്രീസ് പ്രൂഫ്, അതായത് എണ്ണമയം പറ്റാത്ത പേപ്പറിൽ പൊതിഞ്ഞ ജാം ആണതെന്ന്. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെൻറ്റ്. ഞാൻ പെട്ടെന്ന് ആ പാക്കറ്റ് എൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ വന്ന വ്യക്തിയോട് ഒരു നിമിഷം നിൽക്കുവാൻ വേണ്ടി പറഞ്ഞു. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. വാട്ട് ഈസ് ഇറ്റ്? ഹറി അപ്പ്. ആ ഇരുട്ടിൽ നിന്ന് ആ ശബ്ദം തീരെ ക്ഷമയില്ലാതെ എന്നോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? വേഗം പറയൂ. ദ ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. ആ കാവൽക്കാർ ഞാൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ മസ്റ്റ്ന്റ് സ്റ്റേ ലോങ്. എനിക്കിവിടെ അധികം നിൽക്കാൻ പാടില്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. നീ കുറച്ച് ആഴ്ചയും കൂടെ പിടിച്ചു നിൽക്ക്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. ഏറ്റവും വൈകിയാൽ ഈ വരുന്ന വസന്തത്തോടു കൂടെ ഈ യുദ്ധം അവസാനിക്കും. ദ വോയിസ് ഫെൽറ്റ് സൈലന്റ്. പെട്ടെന്ന് നിശബ്ദമായി. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദെയർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. ആ ഓഫീസർ അവിടെ തന്നെ ഉണ്ടോ അല്ലയോ അദ്ദേഹം പോയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്താ പറഞ്ഞറിയോ? നീ പിടിച്ചു നിൽക്കണം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന്. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. യുദ്ധം ഞങ്ങൾക്ക് അനുകൂലമായി അവസാനിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ എന്നെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ പരുഷമായ ശബ്ദത്തിലും ആ ഒരു ആജ്ഞാപിക്കുന്ന ശൈലിയിലും സംസാരിച്ചത്. Only then did I hear the quiet sound of the attic door closing. അപ്പോഴാണ് മച്ചിൻ്റെ വാതിൽ പതുക്കെ അടയുന്ന ശബ്ദം ഞാൻ കേട്ടത്. മോണോട്ടോണസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. മോണോട്ടോണസ് എന്ന് പറഞ്ഞാൽ മടുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെയുള്ള. ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലാത്ത. അപ്പം മടുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെയുള്ള പ്രതീക്ഷയില്ലാത്ത ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ വെടിക്കോപ്പുകൾ, അതായത് തോക്ക്, ബീരങ്കി, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ശബ്ദം, അതായത് ഫയറിംഗ് ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് ഇദ്ദേഹം കേട്ടു. ദർ വെർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. അപ്പോൾ വെടിയെല്ലാം നിർത്തി എല്ലാവരും ശാന്തമായി, വളരെ നിശബ്ദമായി. ആ നിശബ്ദതയെ ഇല്ലാതാക്കാൻ കുറേ ദിവസങ്ങളിലേക്ക് ഒരു വെടിയൊച്ച പോലും ഉണ്ടായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോൾജേഴ്സ് വെന്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്, often bringing large packages up to the attic and fetching others down. അങ്ങനെ പട്ടാളക്കാർ ഈ തട്ടുംപുറത്തേക്ക് ചില വലിയ പൊതികളെടുത്ത് വരുന്നുണ്ടായിരുന്നു. അതേമാതിരി ചില പൊതികളെടുത്ത് താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. പക്ഷേ എൻ്റെ ആ ഒളിച്ചിരിക്കുന്ന ലോഫ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ നന്നായി തിരഞ്ഞെടുത്തൊരു സ്ഥലമായിട്ട് തോന്നി. കാരണം എന്താ? നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. ഒരു പട്ടാളക്കാരനും അവിടെ തെരഞ്ഞു നോക്കണമെന്നോ അവിടെ അന്വേഷിക്കണമെന്നോ എന്ന് തോന്നിയിരുന്നില്ല. ഓൺ 12 ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. ആ ഉദ്യോഗസ്ഥൻ
അവസാനമായി തന്നെ കാണാൻ വന്നത് 12 ഡിസംബർ, ഓക്കെ, 12th ഡിസംബറിലായിരുന്നു. ഹി ബോട്ട് മീ എ ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ. ആദ്യം കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ ബ്രെഡ് കൊണ്ടുവന്നു. ആൻഡ് എ വാം എറിഡൗൺ. എറിഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു മൃദുവായ തൂവൽ, വളരെ സോഫ്റ്റ് പക്ഷികളുടെ തൂവൽ നിറച്ചൊരു പുതപ്പാണ്. അതും കൊണ്ടു കൊടുത്തു. അത് നല്ല ഈ തണുപ്പത്ത് പുതയ്ക്കാൻ പറ്റിയ നല്ല ചൂട് കിട്ടുന്ന ഒരു പുതപ്പാണത്. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർഷോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാർ. അപ്പം ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഇദ്ദേഹം തിരിച്ചു പോവാണ്, വാർഷോ എന്ന് പറഞ്ഞ സ്ഥലം വിട്ട് പോകുകയാണെന്ന് പറഞ്ഞു. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലൂസ് ഹാർട്ട്. ഒരു കാരണവശാലും പ്രതീക്ഷ വിടാൻ പാടില്ല, തളർന്നു പോകരുത്, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. അതാണ് ഈ ലൂസ് ഹാർട്ടിൻ്റെ അർത്ഥം. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. അങ്ങനെ ഈ ഓഫീസർ എന്നോട് ഈ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെ ചോദിച്ചു, ഞാൻ എങ്ങനെ ഈ തെരുവ് യുദ്ധത്തെ അതിജീവിക്കും? If you and I have survived this inferno for over 5 years, he replied, it's obviously God's will for us to live. നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ കൂടുതലായി ഈ ഭീകരമായ സാഹചര്യം, ഇൻഫെർണോ എന്ന് പറഞ്ഞാൽ ഭീകരമായ സാഹചര്യം അതിജീവിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവഹിതം കൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് ജീവിക്കും. വി ഹാഡ് ഓൾറെഡി സെറ്റ് ഗുഡ് ബൈ ആൻഡ് ഹി വാസ് അബൌട്ട് ടു ഗോ. അങ്ങനെ ഞങ്ങൾ അന്യോന്യം യാത്ര പറഞ്ഞു. ആ ഓഫീസർ, ആ ഉദ്യോഗസ്ഥൻ ഏകദേശം പോവാൻ ഒരുങ്ങുകയായിരുന്നു. വെൻ ആൻ ഐഡിയ കെയിം ടു മീ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ആ അവസാന നിമിഷം എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. ഐ ഹാഡ് ലോങ് ബീൻ റാക്കിംഗ് മൈ ബ്രെയിൻ ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അദ്ദേഹത്തോട് എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ, അതായത് കാണിക്കാൻ, ഷോയിങ്, പ്രകടിപ്പിക്കാനായിട്ട് എൻ്റെ തല പുകഞ്ഞ് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതാണ് റാക്കിംഗ് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ തല പുകഞ്ഞ് ഞാൻ ആലോചിക്കുകയായിരുന്നു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് ഏർജൻ്റ്ലി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് വളരെ തിടുക്കത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്നെ ശ്രദ്ധിക്കൂ. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഞാൻ നിങ്ങളോട് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. യു ഡിൻ ആസ്ക്സ് മീ. നിങ്ങളത് എന്നോട് ചോദിച്ചതുമില്ല. ബട്ട് ഐ വോണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് ഓർമ്മയിൽ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. ആർക്കറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്ക് വീട്ടിലെത്തണമെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്യണം. ഇഫ് ഐ സർവൈവ് ഐ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ അതിജീവിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും വീണ്ടും പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്യും. ഐ വാസ് ദെയർ ബിഫോർ ദ വാർ. ഞാൻ യുദ്ധത്തിന് മുമ്പ് അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞാലോ. അതുകൊണ്ട് റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് ഓർമ്മയിരിക്കട്ടെ. സ്പിൽമാൻ പോളിഷ് റേഡിയോ എന്നാണ്. ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഹാഫ് ഷൈ ആൻഡ് എംബാരസ്ഡ്. ആ സമയത്ത് ആ ഓഫീസർ കുറച്ച് നാണത്തോടും ലജ്ജയോടും കൂടെ അദ്ദേഹം സാധാരണ പോലെ ഒന്ന് പുഞ്ചിരിച്ചു. ബട്ട് ഐ ഫെൽറ്റ് I had given him pleasure with my naive wish to help him. നൈവ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ, എൻ്റെ ഈ നിഷ്കളങ്കമായ ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷം നൽകാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. The first hard frost came in the middle of December. അങ്ങനെ ഡിസംബർ പകുതിയായപ്പോൾ ആദ്യമായിട്ട് നല്ല കടുത്ത മഞ്ഞ് പെയ്തു. ക്രിസ്മസ് came, അങ്ങനെ ക്രിസ്മസ് ആയി. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, അങ്ങനെ 1945 പുതുവർഷവും ആയി. The 6th Christmas and New Year celebration of the war. അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ട് 6ാമത്തെ ക്രിസ്മസും 6ാമത്തെ പുതുവത്സരവുമായിരുന്നത്. ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോൺ. ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും മോശമായതും ഇതായിരുന്നു. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. കൊടുങ്കാറ്റിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ആ ഇരുട്ടത്ത് കിടക്കുകയായിരുന്നു. ഐ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫ്രോത്ത് ഇൻ ദ അറ്റിക്. തട്ടും പുറത്തു കൂടെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വളരെ ഒച്ച വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എലിയുടെയും ചുണ്ടെലിയുടെയും ശബ്ദം ഞാൻ കേട്ടു. ഇൻ മൈ മൈൻഡ് ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ വാർ. യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്തും അതിനു മുമ്പും ഞാൻ അനുഭവിച്ച ക്രിസ്മസിനെ കുറിച്ച് ഞാൻ ഓർത്തെടുത്തു. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. ആദ്യം എനിക്ക് ഒരു വീടും പിന്നെ അച്ഛനും അമ്മയും 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. Then we had no home of our own anymore, but we were together. അതിനുശേഷം ഞങ്ങൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടില്ലാതായി. പക്ഷേ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. Later I was alone. അതിനുശേഷം ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി.
ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പക്ഷേ മറ്റ് ആളുകൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ ഐ സപ്പോസ്ഡ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ മറ്റാരേക്കാളും ഏകാന്തനായിരിക്കുകയാണ് ഞാൻ എന്ന് കരുതി. ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. അങ്ങനെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം, അതായത് പൂർണ്ണമായും പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കി. ഓൺ 14 January, unusual noises in the building and the street outside woke me up. ജനുവരി 14 കെട്ടിടത്തിലും പുറത്ത് തെരുവിലും അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞാൻ ഉണർന്നു. Soldiers ran up and down the stairs and I heard agitated, nervous voices. പട്ടാളക്കാർ കോണിപ്പടിയിലൂടെ മേലോട്ടും താഴോട്ടും ഓടുന്നുണ്ടായിരുന്നു. അതുകൂടാതെ മാനസിക വിഭ്രാന്തിയും മാനസിക ഭയവും, അതാണ് അജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായവർ സംസാരിക്കുന്ന സംഭാഷണങ്ങളും ഞാൻ കേട്ടു. Early in the morning of 15 January, the sound of artillery from the previously silent front was heard. ജനുവരി 15 പുലർച്ചെ ആയപ്പോൾ അതുവരെ നിശബ്ദമായിരുന്ന ആ യുദ്ധം നടന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും തോക്കുകളുടെയും ബീരങ്കികളുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷുക്ക് അണ്ടർ ദ കോൺസ്റ്റന്റ് ഡൾ തണ്ടർ. അങ്ങനെ ഈ തുടർച്ചയായ ഭയങ്കരമായ വെടിവെപ്പും ഒക്കെ മുഖാന്തരം അവിടുത്തെ കെട്ടിടത്തിൻ്റെ തറയും ചുമരും ഒക്കെ കുലുങ്ങി. 3 hours later, heavy artillery fire died down again. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ആ ശക്തമായ ബീരങ്കി വെടിവെപ്പൊക്കെ ഒന്ന് നിലച്ചു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. പക്ഷേ എന്നത്തെക്കാളും കൂടുതൽ പരിഭ്രാന്തനായിരുന്നു ഞാൻ. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ആ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കം വന്നില്ല പേടിച്ചിട്ട്. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അവിടെയുള്ള ആ തെരുവ് യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാം, എന്നിട്ട് ഞാൻ ചിലപ്പോൾ കൊല്ലപ്പെടാം ആ യുദ്ധത്തിൽ. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. അങ്ങനെ ആ രാത്രികാലം വളരെ സമാധാനമായിട്ട് കടന്നുപോയി. അറൗണ്ട് 1 o'clock I heard the remaining Germans leaving the building. അങ്ങനെ ഏകദേശം 1 മണിയായി. ആ സമയമായപ്പോഴേക്കും അവിടെ ബാക്കിയുണ്ടായിരുന്ന ജർമ്മൻ പട്ടാളക്കാരൊക്കെ ആ ബിൽഡിംഗ് വിട്ടു പോകുന്നതായിട്ട് ഞാൻ കേട്ടു. സൈലന്റ് ഫെൽ. വീണ്ടും നിശബ്ദത പരന്നു. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ആ കെട്ടിടത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന കാവൽക്കാരുടെ കാലച്ച പോലും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. നോട്ട് അൺടിൽ ദ ഏർലി hours ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് ദ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റെസൊണന്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. റെസൊണന്റ് എന്ന് പറഞ്ഞാൽ മാറ്റൊലി കൊള്ളുന്ന അല്ലെങ്കിൽ മുഴക്ക സ്വഭാവമുള്ള ശബ്ദം എന്നാണ് അർത്ഥം. അടുത്ത ദിവസത്തെ പുലർച്ചെ വരെ ആ നിശബ്ദത തുടർന്നു. പെട്ടെന്നായിരുന്നു ഒരു ഭയങ്കര മുഴക്കത്തോടും വല്ലാത്തൊരു ശബ്ദത്തോടെയും ആ നിശബ്ദത ഭേദിക്കപ്പെട്ടത്. ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസാനത്തെ ശബ്ദമായിരുന്നു അത്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റ് അപ്പ് സംവെയർ നിയർ ബൈ were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. ജർമ്മനിയുടെ പരാജയവും വാർഷയുടെ വിമോചനവും പോളിഷ് ഭാഷയിൽ അടുത്തെവിടെയോ സ്ഥാപിച്ചിരുന്ന ഉച്ചഭാഷണികളിലൂടെ പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു. ദ ജർമൻസ് ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. അങ്ങനെ ജർമ്മൻ സൈന്യം ഒരു പോരാട്ടവും കൂടാതെ പിൻവാങ്ങി. ആസ് സൂൺ ആസ് ഇറ്റ് ബിഗാൻ ടു ഗെറ്റ് ലൈറ്റ്, അങ്ങനെ വെളിച്ചം വീണ് തുടങ്ങിയപ്പോൾ ഐ പ്രിപ്പയർഡ് ഫീവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഇവിടെ ഫീവറിഷ്ലി എന്നൊരു വാക്ക് കാണാം. അതിൻ്റെ അർത്ഥം വളരെ ആവേശത്തോടുകൂടെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വളരെ ആവേശത്തോടുകൂടെ ഞാൻ പുറത്തിറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. തണുപ്പിൽ നിന്ന് രക്ഷ തേടാനായിട്ട് എൻ്റെ ഓഫീസർ ജർമ്മൻ മിലിറ്ററിക്കാർ ഉപയോഗിക്കുന്ന ഒരു ഓവർകോട്ട് അവിടെ വെച്ചിരുന്നു. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. അങ്ങനെ ഞാൻ അത് ധരിച്ചൊക്കെ കഴിഞ്ഞ സമയത്ത് പെട്ടെന്നാണ് റിതമിക് ഫുഡ് സ്റ്റെപ്സ്, അതായത് താളാത്മകമായ കാൽപെരുമാറ്റം, അതായത് കൂട്ടം കൂട്ടമായിട്ട് ഈ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന പോകുന്ന ശബ്ദമാണ്. അങ്ങനെ അത്തരത്തിലൊരു ശബ്ദം റോഡിൽ നിന്ന് കേൾക്കാൻ ഇടയായി. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിഡ്രോൺ ദെൻ? അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, സോവിയറ്റും പോളിഷിൻ്റെയും ഈ പട്ടാളക്കാരൊക്കെ വിട്ടുപോയോ അല്ലെങ്കിൽ പിൻവാങ്ങിപ്പോയോ
ഐ സാങ്ക് ഓൺ മൈ മാട്രസ് അട്ടർലി ഡിജക്റ്റഡ്. സാങ്ക് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, അട്ടർലി ഡിജക്റ്റഡ് എന്ന് പറഞ്ഞാൽ തീർത്തും നിരാശയോടെ തളർന്നു പോകുക. അങ്ങനെ വളരെ നിരാശയോടെ തളർന്നു പോയിട്ട് ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നു. ആൻഡ് ലേ ദർ അൺടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അങ്ങനെ പുതിയൊരു ശബ്ദം ഞാൻ കേൾക്കുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ കിടന്നു. ദ വോയിസസ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ. അങ്ങനെയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം ഞാൻ കേട്ടു. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. എന്ത് തന്നെ ആയാലും, എന്ത് വില കൊടുത്തും ഈ ഇതിനെപ്പറ്റിയിട്ടുള്ള, ഈ ശബ്ദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി ഓടി ആ മുൻപിലെ വാതിലിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. അങ്ങനെ വളരെ മൂടൽ മഞ്ഞ് നിറഞ്ഞൊരു രാവിലെ ആയിരുന്നു. അത് മാത്രമല്ല, ഒരു ചാര നിറമായിരുന്നു ആ പകൽ സമയത്തിന്. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, സ്റ്റുഡ് എ വുമൻ സോൾജർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എൻ്റെ ഇടത്ത് വശത്തായിട്ട് അധികം ദൂരെയല്ലാതെ ഒരു വുമൻ സോൾജർ, വനിതാ സൈനിക യൂണിഫോം ധരിച്ചു നിന്നിരുന്നു. പക്ഷേ അവരുടെ യൂണിഫോം ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ദൂരത്തായിരുന്നു അവർ നിന്നിരുന്നത്. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വലത്ത് ഭാഗത്തുനിന്ന് പുറത്തൊരു ബാണ്ടക്കെട്ടുമായിട്ട് ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ടായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചുവേർഡ് ടു സ്പീക്ക് ടു ഹെർ. വെഞ്ചുവേർഡ് എന്ന് പറഞ്ഞാൽ ധൈര്യം സംഭരിക്കുക, വെഞ്ചുവേർഡ് ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള ധൈര്യം സംഭരിക്കുക. അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ ആ സ്ത്രീയോട് സംസാരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ക്ഷമിക്കണം. ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ബെക്കനിങ് ഹെർ ഓവർ. മ്യൂട്ടഡ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു പതുങ്ങിയ ശബ്ദം. അപ്പോൾ ആ പതുങ്ങിയ ശബ്ദത്തിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഹലോ, എക്സ്ക്യൂസ് മീ. എന്നിട്ട് എന്ത് ചെയ്തു? ബെക്കനിങ് ഹെർ ഓവർ. ബെക്കനിങ് എന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിക്കുക. അപ്പോൾ അടുത്തേക്ക് വരാനായിട്ട് ആംഗ്യം കാണിച്ചു. ഷീ സ്റ്റേർഡ് അറ്റ് മീ. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അവൾ എന്നെ തുറിച്ചു നോക്കി. dropped her bundle and took to her heels with a shriek of a German. അങ്ങനെ എന്നെ തുറിച്ചു നോക്കി. എന്നെ കണ്ടപ്പോൾ ആ ബണ്ടിൽ അവൾ ആ കെട്ട് അവിടെ താഴെയിട്ട് അയ്യോ ഒരു ജർമ്മൻകാരൻ എന്ന് ഉറക്കെ കരഞ്ഞു. അതായത് ഉറക്കെ നിലവിളിക്കുക. ഷീക്ക് എന്ന് പറഞ്ഞാൽ ഉറക്ക ഒച്ചത്തിൽ പറയുക. എ ജർമ്മൻ എന്ന് പറഞ്ഞു, അയ്യോ ഒരു ജർമ്മൻകാരൻ എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? ടുക്ക് ടു എ ഹീൽസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ഓടിപ്പോയി. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്, saw me, aimed and fired her machine pistol. ഉടൻ തന്നെ ആ ഗാർഡ്, ആ കാവൽക്കാരി തിരിഞ്ഞു, എന്നെ കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ നേരെ ഉന്നം വെച്ചു അവള് വെടിയുതിർത്തു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. അങ്ങനെ ആ വെടിവെച്ച വെടിയുണ്ടകളൊക്കെ ആ മതിലിൽ വന്ന് തട്ടി. ആൻഡ് വിത്തൗട്ട് തിങ്കിങ്, പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ഞാൻ ഓടി മേലോട്ട് കയറി ആ തട്ടുംപുറത്ത് പോയി അഭയം പ്രാപിച്ചു. Looking out of my little window a few minutes later, I saw that the whole building was surrounded. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ ആ തട്ടിൻപുറത്തിൻ്റെ ചെറിയ ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ കെട്ടിടത്തിന് ചുറ്റും വളഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? കെട്ടിടത്തിന് ചുറ്റും പട്ടാളക്കാർ വളഞ്ഞിരിക്കുകയാണ്. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. Hand grenades എന്ന് പറഞ്ഞാൽ കൈബോംബ്, ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ വെടിയൊച്ച. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പട്ടാളക്കാർ പരസ്പരം വിളിച്ചു പറയുന്നതും വെടിയൊച്ചയും ഈ കൈബോംബുകൾ പൊട്ടുന്ന ശബ്ദവും ഞാൻ കേട്ടു. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. അബ്സേർഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇവിടെ, അതായത് ഈ അവസ്ഥയിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വളരെ പ്രയാസമേറിയ സിറ്റുവേഷൻ, അല്ലെങ്കിൽ വളരെ ഭയാനകമായ. കാരണം വെച്ചാൽ ഈ അവസ്ഥയിൽ പട്ടാളക്കാരൊക്കെ വളഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊല്ലും അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഒരു ഭയാനകമായ അവസ്ഥ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർഷോ ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം. ഇവിടെ പറയുന്നത് എന്താണ്? സ്വതന്ത്രമാക്കപ്പെട്ട വാർഷോ, അതാണ് ലിബറേറ്റഡ് വാർഷോ. അപ്പം സ്വതന്ത്രമാക്കപ്പെട്ട വാർഷോയിൽ വെച്ച് ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട അരികിൽ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട അരികിൽ പോളിഷ് പട്ടാളക്കാർ മുഖാന്തരം ഞാൻ വെടിയേറ്റ് മരിക്കാൻ പോവുകയാണ്. ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഐ വാസ് പോളിഷ് ബിഫോർ ദേ ഡിസ്പാച്ച്ഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്. ഞാൻ ഒരു ഒളിച്ചു കഴിയുന്ന ജർമ്മൻകാരനാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പോളണ്ട് പട്ടാളക്കാർ എന്നെ
കൊല്ലാൻ പോവാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദേ ഡിസ്പാച്ച്ഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ബിഫോർ ദേ ഡിസ്പാച്ച് മീ ടു ദ നെക്സ്റ്റ് വേൾഡ്. എന്നെ കൊല്ലുന്നതിന് മുമ്പേ എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു പോളണ്ടുകാരനാണെന്ന് അവരെന്നെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും എന്ന് ഞാൻ വളരെ തീവ്രമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഫീവറിഷ്ലി ഐ ബിഗാൻ ടു വണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ് ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. അങ്ങനെ വളരെ ഒച്ചത്തിൽ, വളരെ ശബ്ദത്തിൽ, എന്നെ കഴിയുന്നത്ര ശബ്ദത്തിൽ ഞാൻ ഉറക്കെ പറയാൻ തുടങ്ങി. എന്താണ് പറയുന്നത്? എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് വരാൻ തുടങ്ങി. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുട് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റെയർസ്. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ വളരെ വേഗത്തിൽ, വളരെ സ്പീഡിൽ, ഞാൻ ഇറങ്ങുന്നതിനെക്കാട്ടും വളരെ സ്പീഡിൽ താഴത്തുനിന്ന് മേലോട്ട് ആരോ കയറി വരുന്ന കാലൊച്ചകൾ ഞാൻ കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് ഈഗിൾ ഓൺ ഹിസ് ക്യാപ് കെയിം ഇൻ ടു വ്യൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വരുന്ന വ്യക്തിയെ കാണാൻ സാധിച്ചു. അദ്ദേഹം ഒരു വളരെ ചെറുപ്പക്കാരനായ അതായത് പോളണ്ട് പട്ടാളക്കാരനായിരുന്നു. ഫുൾ യൂണിഫോമിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒരു കഴുകൻ്റെ ചിഹ്നമുണ്ടായിരുന്നു. ഹി പോയിന്റഡ് എ പിസ്റ്റൾ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ് ഹാൻഡ്സ് അപ്പ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൈത്തോക്ക് എൻ്റെ നേരെ ചൂണ്ടിയിട്ട് ആർത്ത് വിളിച്ചു. അത് വളരെ ഉച്ചത്തിൽ പറഞ്ഞു, കൈകൾ ഉയർത്തുക. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഞാൻ ആ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വളരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണ് എന്ന്. ദ ലെഫ്റ്റനന്റ് വെന്റ് റെഡ് വിത്ത് ഫ്യൂറി. ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന് താഴെ പദവിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. പട്ടാളത്തിൽ ക്യാപ്റ്റന് താഴെ പദവിയുള്ള ഉദ്യോഗസ്ഥൻ, അതാണ് ലെഫ്റ്റനന്റ്. ഈ ഓഫീസർക്ക് ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടുത്തു എന്നാണ് പറയുന്നത്. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, ഹി റോഡ്. അദ്ദേഹം വളരെ ഒച്ചത്തിൽ, വളരെ ദേഷ്യത്തോടു കൂടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് താഴോട്ട് വരുന്നില്ല, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്തുകൊണ്ട് താഴോട്ട് വരുന്നില്ല എന്ന് അദ്ദേഹം വളരെ ഒച്ചത്തിൽ പറഞ്ഞു. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്. അത് മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് ഈ ജർമ്മൻ കോട്ട് ധരിച്ചിരിക്കുന്നത്? ഓൺലി വെൻ ദ സോൾജേഴ്സ് ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക് അറ്റ് മീ ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് ഇൻ ജർമ്മൻ. ഈ പട്ടാളക്കാർ എന്നെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു, ആ സാഹചര്യമൊക്കെ ഒന്ന് വിലയിരുത്തി. അതിനുശേഷമാണ് ഞാനൊരു ജർമ്മൻകാരനല്ല എന്ന് അവർക്ക് ശരിക്കും ബോധ്യമായത്. Then they decided to take me to their headquarters so that I could wash and have a meal. അതിനുശേഷം അവർ അവരുടെ ആസ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ പോയാൽ എനിക്ക് എൻ്റെ ശരീരമൊക്കെ ഒന്ന് കഴുകി പിന്നെ ഭക്ഷണമെല്ലാം കഴിക്കാൻ സാധിക്കുമല്ലോ. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. അങ്ങനെ 2 ആഴ്ച ആ പട്ടാളക്കാരെ എന്നെ നല്ലോണം പരിചരിച്ചു. അത് കാരണം എൻ്റെ ക്ഷീണമൊക്കെ മാറി ഞാൻ നല്ല ഉഷാറായി. പിന്നീട് ഞാൻ ആ വാർഷയുടെ തെരുവിലൂടെ ഭയം കൂടാതെ ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നടന്നു. I looked over to the north of the city, where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. ഞാൻ ആ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് നോക്കി. അവിടെ ആയിരുന്നു ജൂതന്മാരുടെ ചേരി ഉണ്ടായിരുന്നത്. അതായത് ഈ ഗെറ്റോ എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ കൊണ്ട് താമസിപ്പിച്ച ആ ചേരി പ്രദേശം. അവിടെ 1.5 ദശലക്ഷത്തോളം ജൂതന്മാരെ കൊന്നിരുന്നു. അവർ കൊല ചെയ്യപ്പെട്ടിരുന്നു, മേഡേർഡ്. ഓക്കെ, ഇപ്പോൾ അവിടെ അതിൻ്റെ ഒരു അവശിഷ്ടവും ഉണ്ടായിരുന്നില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കണം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. മരണമല്ലാതെ എൻ്റെ പുറകിൽ മറ്റൊന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം, അദ്ദേഹം അനുഭവിച്ച ആ പീഡനങ്ങൾ, ആ ഭയാനകമായ അവസ്ഥകൾ ഒക്കെ മരണം മുന്നിൽ വരെ കണ്ട വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കണം. പിന്നെ പറയുന്നു, ഐ വെൻറ്റ് ഓൺ മൈ വേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം ആ പുതിയ ജീവിതത്തിലേക്ക് കടന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പാരഗ്രാഫ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. Wilhelm Hossenfeld, the soldier who saved Władysław Spilman, also saved many other individuals. He was captured by the Red Army towards the end of the war. He could not contact Spilman and died in a Soviet prison
in 1952. നമ്മൾ ഈ പാരഗ്രാഫിൽ വായിക്കുന്നത് സ്പിൽമാനെ സഹായിച്ച ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ വായിച്ചല്ലോ. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് വിൽം ഹോസൻഫെൽഡ്. ഇദ്ദേഹം സ്പിൽമാനെ കൂടാതെ മറ്റനേകരെ ഇതേപോലെ സഹായിച്ച് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം കഴിയാറായപ്പോൾ റെഡ് ആർമി എന്ന് പറഞ്ഞാൽ അന്നത്തെ റഷ്യൻ ആർമി ഇദ്ദേഹത്തെ പിടികൂടി ജയിലിലടച്ചു. സ്പിൽമാനെ കാണാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. അങ്ങനെ 1952 ആ ജയിലിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അബൌട്ട് ദ ഓതർ, നമ്മൾ ഓതറെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വ്ളാഡിസ്ലാവ് സ്പിൽമാൻ was a Polish pianist and classical composer. His memoir, The Pianist, was published in 1946. The book was adapted into a film by Roman Polanski in 2002. Spilman composed over 500 works including piano pieces, songs and film scores. സ്പിൽമാൻ ഒരു പോളിഷ് പിയാനോ വാദകനായിരുന്നു. അതുകൂടാതെ ക്ലാസിക്കൽ സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകൾ, ദ പിയാനിസ്റ്റ് 1946 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ ബുക്ക് റോമൻ പൊളൻസ്കി എന്ന് പറഞ്ഞ വ്യക്തി 2002 ഒരു സിനിമയാക്കി. സ്പിൽമാൻ 500-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ പിയാനോ പീസസ്, അതായത് പിയാനോയിൽ വായിക്കുന്ന പ്രത്യേക നോട്ട്സ്, പിന്നെ പാട്ടുകൾ, പിന്നെ സിനിമ പാട്ടുകളൊക്കെ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓക്കെ സ്റ്റുഡൻസ്, ഇൻ ദ ആറ്റിക് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.